ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രീസ് ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഒമാൻ മസ്കറ്റിൽ നിന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മുൻ വീഡിയോകൾ കണ്ടുള്ള എല്ലാവർക്കും അറിയാം, ഇതൊരു മരുഭൂമി പോലുള്ള സ്ഥലമായിരുന്നു. മരുഭൂമി തന്നെയാണ് ലാൻഡ്, പക്ഷേ അതിന് ആകെ ഉണ്ടായിരുന്ന ഈ ഈന്തപ്പഴം മാത്രമാണ്, ഈ പന മാത്രമായിരുന്നു ഇതിൻ്റെ അകത്ത് ആകെ ഉണ്ടായിരുന്നത്. അതിനുശേഷം വന്ന ഈ എല്ലാ മരങ്ങളും ഇപ്പോൾ ഈ മുരിങ്ങയൊക്കെ നട്ട് 1.5 വർഷം ഒക്കെ ആയിട്ടേ ഉള്ളൂ. ഒരു 6 മാസം മുമ്പ് നല്ലോണം ഫ്രൂട്ട്സ് കിട്ടിയിട്ടേ ഉള്ളൂ. ഇതിനൊക്കെ ഈ ബദാമിലൊക്കെ പൂവുണ്ടായിരുന്നു, കായ പിടിച്ചിട്ടില്ല. ഇതൊക്കെ നട്ടിട്ടും ഒരു 1.5 വർഷമായിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് ചില നട്ട ചെടികളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഒരു വർഷത്തോളമായി, പക്ഷേ ഇതിന് തണലുള്ളതുകൊണ്ട് വലുതാവുന്നതാണ് മറ്റേ അകത്തിച്ചീര. പക്ഷേ അതിലിപ്പോൾ ഒരു പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്, പക്ഷേ വളരെ ചെറിയ സൈസിലാണ്. പക്ഷെ നല്ല സൈസിലൂടെ ഉണ്ടായിരുന്നു ഒരെണ്ണം, രണ്ടെണ്ണം അത് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നതാണ്. അതാണ് ഈ ഉണങ്ങി നിൽക്കുന്നത്. അത് ഒരേ സമയത്ത് നട്ട ചെടികളാണ്. ഇവിടെ വെയിൽ കിട്ടിയതുകൊണ്ട് അത് വലുതായി. ഈ കാണുന്നതാണ് ഉണങ്ങിപ്പോയതൊക്കെ. അപ്പോൾ ബാക്ക് ടു വീഡിയോ ഇതിലേക്ക് നമ്മൾക്ക് ലൈൻ ബൈ ലൈനായിട്ട് വരാം. അപ്പോൾ ഈ മുരിങ്ങ ഈ പറഞ്ഞ പോലെ തന്നെ കായൊക്കെ ഉണ്ട്, നല്ല നീളത്തിലുള്ള കായൊക്കെയാണ്. ഇതിപ്പോൾ അടുത്തിടെ ഞാൻ നട്ട ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ്. പിന്നെ അതുകൂടാതെ തന്നെ അതിൻ്റെ അപ്പുറത്ത് ഉള്ള മുരിങ്ങയുടെ കൊമ്പൊക്കെ ഉള്ളത് ഇവിടെ ആരോ ട്രസ് പാസ് ചെയ്ത് പറയാണ്ട് വന്ന് ഒടിച്ച് കൊമ്പൊക്കെ നശിപ്പിച്ച് പോയതാണ്. എല്ലായിടത്തും ഉണ്ടാവില്ലോ ചില അങ്ങനെ സ്നേഹിക്കുന്ന ആൾക്കാർ. അപ്പോൾ വലിയ കൊമ്പ് പക്ഷേ വിഷമമായി. അത്ര തന്നെ നട്ട് ജോലിയും കഴിഞ്ഞ് 1.5 മണിക്കൂറൊക്കെ ചെയ്ത് ഉണ്ടാക്കിയ ചെടിയാണ്. അപ്പോൾ വിഷമമായിപ്പോൾ അത് കളയേണ്ടതെന്ന് പറഞ്ഞിട്ട് അത് കുഴി കുത്തി അതിൽ ഈ കൊമ്പുകളൊക്കെ ഞാൻ ഇങ്ങനെ ചുറ്റും അവിടെയൊക്കെ വെച്ചു, മെയിൻ കൊമ്പുകളൊക്കെ. എന്നിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ അതിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കി. ഇപ്പോൾ ഡ്രാഗണ് സപ്പോർട്ട് ആവുകയാണെങ്കിൽ ആവട്ടെ. ഡ്രാഗൺ കിട്ടണമെന്ന ഉദ്ദേശത്തിലല്ല, ഇത് പോകണ്ടെന്നുള്ള ഉദ്ദേശത്തിലാണ്. പിന്നെ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇതിന് വിറ്റ് വീണുണ്ടായത് കേട്ടോ. അത് ഈ മുരിങ്ങേൻ്റെ കൂടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കശുവണ്ടി പാവി ഉണ്ടായ തൈയാണ്. ചൂടുകാരം കൊണ്ടൊക്കെ ഇതിങ്ങനെ ആയി നിൽക്കുന്നുണ്ട്. അറിയില്ല എത്രത്തോളം അത് സർവൈവ് ചെയ്യുമെന്നറിയില്ല. പിന്നെ ഇത് നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന നെല്ലിക്കയാണ്. അത് പാക്കറ്റിലായിരുന്നു കുറച്ച് നാളായിട്ട്, 3 മാസം മേലെ പാക്കറ്റിൽ. അത് ഞാൻ ഇറക്കി വെച്ചു, ടെമ്പറേച്ചറും ഭേദമായപ്പോൾ സക്സസ് ആയി. പിന്നെ ഇത് വെസ്റ്റിൻ ചെറി എന്നാണ് തോന്നുന്നു എൻ്റെ ഒരു ശരിയാണ് ഇവിടുത്തെ ഷോപ്പിൽ പറഞ്ഞത്. ചെറിയ പഴമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും കായ വന്നു പോകുന്നുണ്ട്, കിളികൾ കൊണ്ടുപോകുന്നുണ്ട്. ഈ ചുണ്ടെങ്കിൽ എന്താ പറയുക, ചെറിയൊരു മണി, ഒരു മുത്തുമണി വലുപ്പത്തിലൊക്കെ ഒരു റെഡ് കളർ കായ ഉണ്ടാവുന്നത്, മധുരം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഈ അടച്ചുപൂട്ടി എന്തെങ്കിലും ഞാവൽ, വൈറ്റ് ഞാവൽ കൊണ്ടുവന്ന നാട്ടിൽ നിന്ന്. പക്ഷേ ഞാവൽ ഏറ്റവും കൂടുതൽ സർവൈവ് വിചാരിച്ചു. പക്ഷേ ഈ ചൂടത്തേക്ക് മാറ്റി വെച്ചതും അത് പോയി. എന്നാലും നനയ്ക്കുന്നുണ്ട് എല്ലാ ദിവസവും. പിന്നെ കടക്കിൽ കാണാൻ നിങ്ങൾക്ക് ഞാൻ കുറേ വിത്ത് നാട്ടിൽ കൊണ്ടുവന്നു. പയർ വിത്ത്, അമര വിത്ത്, അങ്ങനെ കുറേ സാധനങ്ങൾ ഒക്കെ അടിയിൽ പാവിയുണ്ട്. എല്ലാത്തിൻ്റെ അടിയിൽ നോക്കി കാണാൻ പറ്റും. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാരങ്ങയുടെ ഇതാണ്. നാരങ്ങ വെച്ചാൽ ഏതാണ്ട് മുസംബിയാണോ ഏതാണ്ട് മറന്നു ആക്ച്വലി ഞാൻ. പക്ഷേ ഗ്രാഫ്റ്റഡ് സാധനമാണ്. ഇങ്ങനെ ഈ എഡിബിളായിട്ടൊന്നും അറിയില്ല. ചെറുനാരങ്ങ അങ്ങനത്തെ നാരങ്ങയല്ല, നേരിട്ട് കഴിക്കാവുന്ന ഏതൊരു ഇതാണ്. ഒരു ഇപ്പുറത്ത് ഇതുപോലെ തന്നെ ഒരു കശുമാവും തൈ വെച്ചാണ്. പക്ഷേ നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു നല്ല ചൂടടയ്ക്കും കയറി വന്നു. അതിൽ ആ കശുമാവും തൈന് പ്രശ്നമായി. സർവൈവ് വിചാരിക്കണം. ഇത് അത്തിപ്പഴത്തിൻ്റെയാണ്. ഇത് നട്ടിട്ട് 1 വർഷത്തോളമായി. പ്രത്യേകിച്ചൊരു കായ ഉണ്ടാവില്ലൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെയും. ഇത് നമ്മുടെ സാധാരണ മൾബറിയില്ലേ, അത് എൻ്റെ ചെറിയ മോന് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഒരെണ്ണം നട്ട് വെച്ചാണ്. അത് പക്ഷേ ചൂടത്ത് അത് പോയി, പക്ഷേ വീണ്ടും വരുന്നുണ്ട്. പിന്നെ വേറൊരു മുരിങ്ങ. ഈ മുരിങ്ങ അത്ര വലിയ സൈസൊന്നും എൻ്റെ കായ്ക്കില്ല, പക്ഷേ ഓക്കെയാണ്, കറി വയ്ക്കുമ്പോഴും പ്രശ്നമില്ല. പിന്നെ ഇത് നമ്മുടെ കുംകാറ്റ് അഥവാ ഇത് മറ്റേ ഇസ്രായേൽ ഓറഞ്ച്, അതിൻ്റെ ചെടിയാണ്. ഇതൊരു കായ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ചുറ്റത്ത് കാണുന്ന ഈ വലിയ മരങ്ങന്മാർ കാണുന്ന ഈ ചെടികളൊക്കെ നമ്മളുടെ കീഴാർനെല്ലിയാണ്. ഞാൻ കീഴാർനെല്ലിയുടെ പറഞ്ഞൊരു നഴ്സറിയിൽ നിന്ന് കണ്ടപ്പോൾ അത് പറിച്ചുകൊണ്ട് വെച്ച് അതിൽ നിന്ന് ഉണ്ടായിരുന്നു. ഇത് വലിയ മരം. ഞാൻ നാട്ടിൽ പോലും ഇത്രയ്ക്ക് വലിയ കീഴാർനെല്ലി കണ്ടിട്ടില്ല. അത് നല്ലോണം വളമിട്ട് കൊടുക്കുമ്പോൾ ആ വളമൊക്കെ വന്ന് നല്ലോണം വലിച്ചെടുത്താൽ വലുതാവുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ കരിമ്പുണ്ട്, ചൂടത്ത് പോകണ്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ തായ്ലൻഡ് പേരേൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട്. അത് ചൂടത്ത് ഇത് പക്ഷേ പറിച്ച് മാറുന്ന ഈ കരിമ്പ് നല്ലോണം കാടുമാരി. അതിൻ്റെ അകത്ത് തന്നെ കറിവേപ്പിലയും നാരങ്ങയൊക്കെ നിൽക്കുന്നുണ്ട്, ഒമാനി ലെമൺ എന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഇതാണ് ഞാവലിൻ്റെ സീഡ്ലിങ്സാണ്. കുറേ ഉണ്ട് ഞാവൽ, ഞാൻ കുരു കുഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സപ്പോട്ടയുടെ ഗ്രാഫ്റ്റാണ്. ഈ പൂക്കളൊക്കെ ഇടയ്ക്ക് നമുക്ക് വന്നു പോകുന്നുണ്ട്. ഇത് വാങ്ങിച്ച സമയത്ത് കായ ഉണ്ടായിരുന്നു, ഒരു 2 വർഷം മുമ്പ്. അതിന് ശേഷം ഒരു കായെന്ന സംഭവം കണ്ടിട്ടില്ല. പൂക്കൾ വന്നും പോയി നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു ചാമ്പയുടെ ഇതാണ്, ഏതായാലൊന്നും അറിയില്ല.
ഗ്രാഫ്റ്റ് ആണോ സീഡ്ലിംഗ് ആണോ പോലും അറിയില്ല. പക്ഷേ ഇതുവരെയും കായ ഉണ്ടായിട്ടില്ല. നട്ടിട്ട് 2 വർഷത്തോളമായി. ഇങ്ങനെയാണ് ഇവിടുത്തെ ഇത്. പിന്നെ ഈ മുരിങ്ങ ഞാനൊരു കൊമ്പ് കുത്തിനായി, മറ്റൊക്കെ ചെടി വെച്ചിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ ഇത് കൊമ്പ് കുത്തി ഉണ്ടാക്കിയതാണ്. നല്ല വലിപ്പമുണ്ട്, വണ്ണമുണ്ട്, നല്ല ടേസ്റ്റ് ജ്യൂസി ആയിട്ടുള്ള ഇതായിട്ടുള്ള ഒരു ഇനമാണ്. അതുകൊണ്ട് അടിക്കുന്ന കൊമ്പ് പോലെ എനിക്ക് വെട്ടാൻ തോന്നാത്തത്. പക്ഷേ വെട്ടേണ്ടി വരും അവിടെ. പിന്നെ ഇത് ഏകദേശം 2 വർഷമായ എൻ്റെ ഇതാണ് മൾബറിയാണ്. പക്ഷെ അത് വൈറ്റ് മൾബറിയാണ്, ലോങ് ആണ്. അത് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല മാത്രമാണത്. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് ചൈനീസ് ഓറഞ്ചാണ്. ഓറഞ്ചല്ല, നാരങ്ങ, ലെമൺ. പിഴിയാനൊക്കെ ബുഷ് ഓറഞ്ച് അല്ല, വേറെ തന്നെയാണ്. നന്നായിട്ടുണ്ട്, അത് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ ഈ മരങ്ങളിലൊക്കെ ഷെയ്ഡായിരുന്നുകൊണ്ട് ഇപ്പോൾ അതിൽ ഉണ്ടാവുന്നത് കുറഞ്ഞു. എനിക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസം 2 മാസം മുമ്പ് എനിക്കൊരു 2-3 കിട്ടി, അത്ര തന്നെ. പിന്നെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, കമ്പനിയുടെ വാട്ടർ ആയതുകൊണ്ട് സപ്ലൈ ഒക്കെ ഉണ്ട്. ഇത് വേറെ മുരിങ്ങ, ഇതും നല്ല വലിപ്പമുള്ള മുരിങ്ങ. വണ്ണം കാര്യമായിട്ടില്ല, പക്ഷെ നല്ല വലിപ്പമാണ്. ഏറ്റവും നീളം, ഇവിടെ ഉള്ളതിൽ ഏറ്റവും നീളമുള്ള മുരിങ്ങയാണ്. അതിൽ നിന്നാണ് ആ കൊമ്പൊടിച്ചും ഒരു ആൾക്കാർ കളഞ്ഞു പറഞ്ഞില്ലേ അത്. പിന്നെ ഇത് മറ്റേ കരിമീന്ന് വ്യത്യാസമായിട്ട് നീലക്കരിമ്പാണ്. നാട്ടിലത്തെ ഇതില്ല, ലുലുന്ന് ഒരു ഇത് കൊണ്ടുവന്ന് നട്ട് ഉണ്ടായതാണിത്. അതിൻ്റെ മുള പൊട്ടിക്കുന്നതാണ് അതൊക്കെ. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തുള്ളത് നമ്മളുടെ ഇത് ബേറാപ്പിൾ. അത് തായ്ലൻഡ് വെറൈറ്റിയാണ്. അതിൽ നട്ടിട്ടിപ്പോൾ ഒരു 1 ഇയർ കഷ്ടിയാവണം. പക്ഷെ അതിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കട്ടെ. ഇത് കണ്ട പൂക്കളൊക്കെ. അത് ഒന്നല്ല, അവിടെ ഇവിടെയൊക്കെ ഇട്ട് നിറയെ ഉണ്ടാവുന്നുണ്ട് പൂക്കൾ. ഒക്കെ ഈ ബ്രാഞ്ചസിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു സന്തോഷമാണ്. ഇതിൽ ഏറ്റവും സന്തോഷമുള്ളത് ഈ ബേറാപ്പിളിൽ ഒരു ഇതുണ്ടാവേണ്ടതാണ്. പിന്നെ ബേറാപ്പിളിനോട് ചേർന്നിട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന ഈ മരം എന്ന് പറയുന്നത് അഗെയിൻ മൾബറിയാണ്. പക്ഷേ റെഡാണ്, ലോങ് ആയിട്ടുള്ള റെഡ് മരമാണ്. പക്ഷെ അത് നട്ടിട്ട് ഒരു 6 മാസം 7 മാസമായിട്ടുള്ളൂ. അതിൽ പ്രത്യേകിച്ച് കായ കാണുകയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ ബദാമാണ്. ബദാമിൻ്റെ താഴത്ത് ഞാൻ ചട്ടിയിലായിട്ട് തണലിൽ വെച്ചതാണ് നമ്മളുടെ ഒന്നിത് തെങ്ങിൻ്റെ ഞാൻ ലുലുവിൽ ഒരു നെസ്റ്റോന്ന് ഒരു നാളികേരം വാങ്ങിക്കാൻ ചെന്നപ്പോൾ അതുകൊണ്ട് അതിൽ മുള പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കളയാണ്ട് അത് കൊണ്ടുവന്ന് അത് കുഴിച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുത്താണ്, ചെടിയാക്കിയതാണ്. അതിനോട് ചേർന്നിട്ടുള്ളത് പനിക്കുറിക്കയുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം എടുക്കാൻ വേണ്ടി. ഇവിടെ കാടുമരിയുണ്ട് ഞാൻ വെച്ചത്, പക്ഷേ എന്നിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇട്ട് കൊണ്ടുവന്നത് നാട്ടിൽ പോകുന്ന സമയത്ത് അവിടെ ആരുമില്ലാത്ത നനയ്ക്കാട് കൊണ്ടുവച്ചാണ്. അത് അത്യാവശ്യം വലുപ്പമായി. ഇത് മാങ്ങണ്ടി, നമ്മുടെ നാട്ടിൽ നിന്ന് നാടൻ മാങ്ങയുണ്ടല്ലോ, അത് ഏതൊക്കെയോ ഞാൻ ഈ ലുലുന്നൊക്കെ വാങ്ങിച്ചത് അതിൻ്റെ സീഡ് കുഴിച്ചിട്ടാണ്. ഈ എന്താ അതിൻ്റെ പേര്, പ്രിയൂര്, അങ്ങനെ കുറേ നാൾ. പക്ഷേ ഇപ്പോൾ ഏതാ വെറൈറ്റി മറന്നു. പ്രിയൂരുണ്ടായിരുന്നു, പിന്നെ മൂവാണ്ടൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്താ പറയുക ചന്ദ്രക്കാരൻ, അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ ഇത് മധുരപ്പുളിയാണ്. മധുരപ്പുളി ഇവിടെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറേ ഉണ്ട്. ഇന്നത്തെ കരിമ്പിൻ്റെ കാണിച്ചില്ല, കാടുമാരി, അതിൻ്റെ അവിടെയൊക്കെ ഉണ്ട് നിറയെ. പിന്നെ ഇത് കറിവേപ്പിലയും നല്ലോണം ഉണ്ടാകുന്നുണ്ട്. അത് ചട്ടിക്കകത്താണ്. പിന്നെ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അബിയുവിൻ്റെ തൈകൾ, വേര് മാത്രമായിട്ട് കൊണ്ടുവന്നതാണ്, മണ്ണില്ലാണ്ട്. എയർപോർട്ട് ഭക്ഷണം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതിലൊരു ചെടി ഇങ്ങനെ നിൽക്കുകയാണ്, ഉണ്ടാവില്ലെന്ന് അറിയില്ല. മറ്റേ അബിയുന് വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കശുമാവ് പറഞ്ഞത് ഇതുപോലെയാണ് മറ്റേ കശുമാവുകളും ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഇതിപ്പോൾ നെറ്റിൻ്റെ താഴത്തായിരുന്നു കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് ഡയറക്റ്റ് ലൈറ്റ് വെച്ചപ്പോഴാണ് ഇതുപോലെ ഉണ്ടായിരുന്ന കശുമാവൊക്കെ പോയത്. പിന്നെ നാട്ടിൽ കൊണ്ട് ഇരുമ്പമ്പുളിയാണ്, ഇതൊക്കെ പാക്കറ്റിലാണ്. ഇത് നമ്മുടെ സ്വീറ്റ് അമ്പഴങ്ങിയാണ് ഇപ്പുറത്ത് കാണുന്ന ഈ ചെടി. ഇതുപോലെ തന്നെ ഏതോ നാടൻ മാവിൻ്റെ ഇതാണ്, മുളപ്പിച്ചതാണ് ഞാൻ. ഇത് തായ്ലാൻഡിൻ്റെ ഒരു ലെമണാണ്. ഇതൊരു കായ ഉണ്ടായിട്ടില്ല, നട്ടിട്ട് ഓൾമോസ്റ്റ് 1 വർഷമായിട്ടായിട്ടുണ്ട്. ഈ കാണുന്ന കാടുമാരി കാണുന്നത് മുഴുവനും പനിക്കുറിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് 1-2 ചെമ്പരത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ തുളസി ഒന്ന്, പിന്നെ അതുപോലെ തന്നെ പപ്പായയും, അങ്ങനെ കുറേ സാധനങ്ങളിവിടെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഞാനിപ്പോൾ അടുത്തായിട്ട് നട്ട നമ്മളുടെ ആനക്കൊമ്പൻ വേണ്ടാമൻ്റെ ഒരെണ്ണത്തിൻ്റെ പാക്കറ്റ് ഞാൻ വെച്ച്, എൻ്റെ അടുത്ത് പാക്കറ്റ് വെച്ചിട്ടുണ്ട്. അത് വെച്ചു. കൂടാതെ ഇതിൻ്റെ കൂടുതൽ പയറും നട്ടിട്ടുണ്ട് ഞാൻ. എല്ലാം കൂടി മിക്സ് ചെയ്യാം, ഏതെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ എന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ടാപ്പ് അടയ്ക്കേണ്ട ടൈമായിരുന്നു, ടാപ്പ് അടയ്ക്കട്ടെ. അപ്പോൾ ഇത് കാണുന്ന കരിക്കിൻ്റെ ചെടികൾ ഇവിടെ തന്നെ വന്നതാണ്, ആരും പ്രത്യേകിച്ച് നോക്കാണ്ട് തന്നെ വരുന്നുണ്ട്. ഒരു വെട്ടിക്കളയെന്നാണ് ഈ കാണുന്നത്. പക്ഷെ എന്നാലും അത് കൂടുതൽ
സ്ട്രോങ് ആയിട്ടാണ് ഓരോ പ്രാവശ്യം ചെയ്യുന്തോറും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ അടുത്ത സെറ്റ് സ്ഥലം പോയിട്ട് കാണിക്കാം. പിന്നെ ഇതിനൊക്കെ ഇപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ ഞാനിപ്പോൾ ആക്കി ക്ലീനാക്കി വളം ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. വളം എന്ന് പറയുകയാണെങ്കിൽ കാണാൻ അതിൻ്റെ അകത്ത് ഇതൊരു ഇതാണ് ഇവിടെ കിട്ടാവുന്നൊരു കമ്പോസ്റ്റഡ് കൗഡങ് ഫെർട്ടിലൈസർ എന്നുകൊണ്ടാണ്. അപ്പോൾ ചാണകം കമ്പോസ്റ്റ് ചെയ്യാനൊക്കെയാണ് കാണിക്കുന്നത്. ഇതിന് വരുന്നത് ഇവിടെ 1 റിയാലാണ് വരുന്നത്. 1 റിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം 230 രൂപ. അപ്പോൾ ഇങ്ങനത്തെ 2 ചാക്ക് ഞാൻ വാങ്ങിച്ചിരുന്നു. ആദ്യത്തെ ചാക്ക് മുഴുവനിട്ട് കഴിഞ്ഞു, രണ്ടാമത്തെ ചാക്ക് പകുതിയോളം കഴിഞ്ഞു. പിന്നെ ഇതാണ് നമ്മളുടെ മറ്റു മരങ്ങൾ. വേറെ മുരിങ്ങയും 2 മുരിങ്ങ നട്ടിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ അടിയിൽ കാണുന്ന കുറേ തൈക്കളൊക്കെ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഞാവലിൻ്റെ തൈക്കളാണ്. നമ്മുടെ വണ്ടിയാണ് ഫസ്റ്റ് വൺ ഇപ്പോൾ കാണുന്നത്. പിന്നെ വേറെ എന്താണ്, ഇതൊക്കെ അക്കോമഡേഷനിലെ അവർ നട്ടുന്ന ചെടികളാണ്. ഈ പൂക്കളുടെ ഞാനായിട്ട് യാതൊരു ബന്ധമില്ല. വേറെ പൂക്കൾ ഞാനായിട്ട് ഒരു തരത്തിലും ഇതിൽ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, കാരണം ഒരു റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ട് ചിലർക്ക് തീർച്ചയായിട്ടും ഇതിലായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക, കാണുമ്പോൾ ഒരു ഭംഗിയും ഇതൊക്കെയായിട്ട്. ഇപ്പോൾ ഈ കാണുന്നത് തക്കാളിയുടെ ചെടികളാണ്, പക്ഷേ ഇത് എൻ്റെ ഇതിലുള്ളതല്ല, വേറെ ആരോ നട്ടതാണ്. അപ്പോൾ ഞാൻ വേറെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫെർട്ടിലൈസർ ഉള്ളതുകൊണ്ട് അവർ അതിൻ്റെ അത് വേഗം ഇത് കൊണ്ട് വെച്ചിട്ട്, അപ്പോൾ അവർക്ക് ഒന്നും ഇടും വേണ്ട, ഇത് കിട്ടുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ കണ്ടുകൊണ്ട് തുടങ്ങിയ ഈ പോർഷൻ എൻ്റെയാണ്. ഇവിടെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് കണ്ടറിയാൻ്റെ പുതിയതായിട്ട് വളർട്ട് എൻ്റെ കാണാൻ നിങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറ്റി ബീൻസ് ഉണ്ട്, ഞാൻ ഇട്ടെടുത്താണ് കേട്ടോ. കുറ്റി ബീൻസ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പയർ നട്ടിട്ടുണ്ട്. ഒരു ലൂസായിട്ട് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടതാണ് പയർ. പിന്നെ നമ്മളുടെ ചെടിയാമര ഉണ്ടല്ലോ, ചെടിയാമരയുടെ തൈക്കളുണ്ട്. പിന്നെ ഈ ഹൈബ്രിഡ് തക്കാളി, ഇതിൻ്റെ അത് ഈ മുളച്ചതിൽ ഏറ്റവും ചെറുതായിട്ടുള്ള കാണുന്നത് തക്കാളിയുടെ എന്ന് വിചാരിക്കണം. അത് ഇവിടെ അവിടെയും ഇട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ഇത് ആരോ ബെഡ്ഷീറ്റ് പോയൊരു കാക്ടസിൻ്റെ ഒരു ചെടിയാണ്, പക്ഷേ മുള്ളില്ല, നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നതിൻ്റെ മുമ്പത്തിൽ വലിയ പേരൊക്കെ ഉണ്ടായിരുന്നു, അത് ഉണങ്ങിപ്പോയതാണ്. നാട്ടിൽ പോയ സമയത്ത് ഒരു ആരും നനയ്ക്കാതെ അത് ഉണങ്ങിപ്പോയി. കാരണം ഒരാൾ നനയ്ക്കും, ഇത് തോന്നിമാരിയൊക്കെ എനിക്ക് ഇവിടേക്ക് വെള്ളമേ എത്തുണ്ടാവില്ല. പിന്നെ ഇതെന്ന് പറയുന്നതാണ് ഞാൻ നട്ട ഇവിടുത്തെ നാട്ടിൽ കൊണ്ടുപോയി ചെടി, അത് എന്താ അവസ്ഥ എന്ന് പോലും അറിയില്ല. ഇത് ലുബാൻ എന്ന് പറയും. ലുബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ കുന്തിരിക്കം, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കുന്തിരിക്കം ഒമാനിലത്തെ, ആ വെറൈറ്റി അവിടെ നട്ടുപിടിപ്പിച്ചതാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രാഞ്ചസ് കട്ട് ചെയ്തിട്ട് നമുക്ക് വെച്ചാൽ കട്ടിങ്സ് വെച്ചാലും ഉണ്ടാവും. അപ്പോൾ ഇത് ഇതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം കൂടി തിങ്ങിയിട്ടാണ്, ഉള്ള സ്ഥലത്ത് എല്ലാം കൂടി ചെയ്തത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒപ്പം നിൽക്കുന്നത് ബദാം. ഇവിടെ നാട്ടിലെ ഏറ്റവും വശത്തെ ഞാൻ നട്ട മുരിങ്ങയാണ്, ആവശ്യത്തിലധികം ഉണ്ടാവുന്നുണ്ട്. പിന്നെ എൻ്റെ അപ്പുറത്തേക്ക് ഒരു ചെമ്പരത്തി, ഞാവൽ. ഞാൻ ഫസ്റ്റ് നട്ടകണ കറിവേപ്പിലയാണ്. പക്ഷേ കറിവേപ്പില ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച നട്ടമാരി ഇരിക്കുന്നത്, കാരണം ഒരു വെയിലും ഇപ്പോൾ ഇല്ല. മുമ്പ് വെയിലുള്ള സമയത്ത് അത് വളരുമ്പോഴേക്കും ആൾക്കാർ ഒടിച്ചൊടിച്ച് കൊണ്ടുപോയി. പിന്നെ അപ്പോഴേക്കും ഈ മരങ്ങളൊക്കെ വലുതായപ്പോഴേക്കും അത് നിന്നു. ഇത് നാടൻ പേറാപ്പിളാണ് കേട്ടോ, ഇവിടുത്തെ ഭയങ്കര മുള്ളുള്ള ടൈപ്പ്. അതിൻ്റെ ഇപ്പുറത്ത് ഉള്ളത് കൊടുക്കാമ്പുളി എന്നൊക്കെ തമിഴിൽ പറഞ്ഞു, ഇംഗ്ലീഷിൽ മാൻല ടമറിൻറ്റ് എന്നൊക്കെ പറഞ്ഞൊരു ചെടിയാണിത്. പിന്നെ എഗെയിൻ ആ നാടൻ ഇത് ബേറാപ്പിളിൻ്റെ ഇത് ചെടി കാണാൻ നിങ്ങൾക്ക്, അതിങ്ങനെ വളഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ ഒരു കിളിയുടെ കൂടൊക്കെ ഉണ്ട്, കിളിക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട്, അതിൽ ശബ്ദം കേൾക്കാം ഇടയ്ക്കൊക്കെ. പിന്നെ ഇത് മൈലാഞ്ചി ഒരെണ്ണം നട്ടതാണ്. പിന്നെ ചട്ടിക്കകത്തൊക്കെ ഓരോ ചെടികൾ. പിന്നെ ഞാനൊരു ബുഷ് ഓൺ നട്ടിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ, കഴിഞ്ഞ വർഷം കൊണ്ടുവന്നതാണ്. അത് നട്ടതാണ്. പിന്നെ പോയി ഇവിടെ നനയ്ക്കാണ്ട്, ഞാൻ പറഞ്ഞില്ല നാട്ടിൽ സമയത്ത് നനയ്ക്കാണ്ട് പോയതാണ്. പക്ഷേ നന്നാലും നനയ്ക്കാറുണ്ട് ഈ ഭാഗത്ത്. പക്ഷെ പോയിട്ട് അതിന് മുള പൊട്ടി വീണ്ടും ഇത് വന്നതാണ് കേട്ടോ, ബുഷ് ഓറഞ്ച് ഇതാണ്. അപ്പോൾ എങ്ങനെയും പതുക്കെ അവിടെ പറിച്ച് മാറ്റി മറ്റോടത്ത് കൊണ്ട് വെക്കണം തണുപ്പാകുമ്പോൾ. അപ്പോൾ അവിടെ വെയിലും കിട്ടും, സർവൈവ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ മിറാക്കിൾ ഫ്രൂട്ട് കൊണ്ടുവന്ന് ഇതായിരുന്നു, നല്ലോണം ആയതായിരുന്നു. അതൊക്കെ അവർ ഇപ്പോൾ ഉണങ്ങിപ്പോയി നനയ്ക്കാതെ. പിന്നെ അപ്പുറത്തുള്ള മുരിങ്ങയുടെ മരമാണ്. അതിന് മുമ്പ് ഈ മരം ഇതും വൈറ്റ് മൾബറിയാണ്. പിന്നെ ഈ മുരിങ്ങേൻ്റെ മരങ്ങളില്ലേ, രണ്ടായിട്ട് പിളർന്ന് വരി നിൽക്കുന്നത് ഒറ്റ തൈയാണ്. അത് വാങ്ങിച്ചപ്പോഴേ ഒടിഞ്ഞുകൊണ്ടാണ് അവർ മറ്റേ ഇതിൻ്റെ അപ്പുറത്തുള്ള മുരിങ്ങ മരം തന്നത്. അപ്പോൾ പക്ഷേ ഞാനത് കളഞ്ഞില്ല, അത് കൊണ്ട് വെച്ചപ്പോൾ ആ കടയ്ക്കുന്ന ഒടിഞ്ഞു പോയി ചെടിയുടെ. അപ്പോൾ അവിടെ നിന്ന് രണ്ടായിട്ട് വന്ന ഇതാണ്. അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കായ കിട്ടിയാണ് ഇവിടെ ആദ്യം നിന്ന്.
നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് ഇതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ. ഇത്ര തന്നെയുള്ളൂ വീഡിയോ. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ വീഡിയോസ് വേറെ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലിടാം. ഇനി വേറെ ആപ്പിളിൻ്റെ ഒരു കായ ഉണ്ടായോ ഇല്ലയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇനി ഇടാനുള്ളത്. ഓക്കെ, താങ്ക് യു.